പഠിക്കാൻ മോട്ടിവേഷൻ ഇല്ല. ഈ ഒരു പ്രശ്നം നിങ്ങൾക്ക് ഉണ്ടെങ്കിൽ കമന്റ് ബോക്സിൽ കമന്റ് ചെയ്യുക ഉണ്ടെന്ന് പറഞ്ഞിട്ട് ഇന്നത്തെ ഈ വീഡിയോയിൽ നമ്മൾ ചെയ്യാൻ പോകുന്നത് ഈ പ്രശ്നം, ഈ മോട്ടിവേഷൻ പ്രശ്നം എന്നേക്കുമായി നമ്മൾ തീർക്കാൻ പോവാണ്. 5 ടൂൾസ് ഞാൻ പറഞ്ഞുതരും. അത് എന്തുകൊണ്ടാണ് വർക്ക് ചെയ്യാൻ പോകുന്ന കാരണങ്ങൾ ഞാൻ പറഞ്ഞുതരും. ആ 5 ടൂൾസിൽ ഓരോ കാര്യങ്ങളും മെല്ലെ മെല്ലെ നിങ്ങളുടെ ലൈഫിൽ നിങ്ങൾ ഇംപ്ലിമെന്റ് ചെയ്ത് തുടങ്ങിയാൽ ഇനി നിങ്ങൾക്ക് മോട്ടിവേഷൻ എന്ന് പറഞ്ഞ സാധനം വേറെ ആരും തരേണ്ട ആവശ്യമില്ല. അത് ഉള്ളിൽ തന്നെ നിങ്ങൾക്ക് ഉണ്ടാക്കാൻ പറ്റും. അപ്പോൾ നേരെ നമുക്ക് കാര്യത്തിലേക്ക് കിടക്കാം. ഇത് മനസ്സിലാക്കാൻ വേണ്ടി ഞാൻ ചെറിയൊരു എക്സാമ്പിൾ പറഞ്ഞുതരാം. ഇത് നിങ്ങളുടെ ലൈഫിൽ ഇങ്ങനെ തന്നെയാണെങ്കിൽ കമന്റ് ബോക്സിൽ എഗ്രി എന്നുള്ള കാര്യം ഒന്ന് കമന്റ് ചെയ്യാം. ഓക്കെ, അതായത് നിങ്ങൾ എന്ത് ചെയ്യുന്നു, നിങ്ങൾ പഠിക്കാൻ തീരുമാനിക്കുന്നു, പഠിക്കാൻ വേണ്ടി ടെക്സ്റ്റ് ബുക്ക് എടുത്ത് ഇങ്ങനെ വായിക്കാൻ തുടങ്ങുന്നു, കുഴപ്പമൊന്നുമില്ല. പക്ഷെ കുറച്ച് സമയം കഴിയുമ്പോൾ തന്നെ ആ ഒരു പഠിക്കാൻ തോന്നില്ല, ബോറടിക്കുന്നു. അപ്പോൾ എന്നാൽ കുറച്ച് നേരം ഫോൺ നോക്കാൻ വിചാരിച്ചിട്ട് ഫോണൊക്കെ എടുത്തിട്ട് ഇൻസ്റ്റഗ്രാമോ അല്ലെങ്കിൽ ചെറിയ ഗെയിമോ കളിക്കുന്നു. അപ്പോൾ നിങ്ങൾക്ക് തന്നെ തോന്നുകയാണ് ഇത് പഠിക്കാനുള്ള മൂഡല്ല അപ്പോൾ ഉള്ളത്. ഇപ്പോൾ കുറച്ചൊരു ഗെയിം കളിച്ചിങ്ങനെ ചില്ലടിക്കാം, പഠിക്കാൻ മോട്ടിവേഷൻ വരട്ടെ, അപ്പോൾ പഠിക്കാം. ഓക്കെ, എന്നിട്ട് ഒരിക്കലും മോട്ടിവേഷൻ വരുമോ? ഇല്ല. മോട്ടിവേഷൻ എപ്പോഴാണ് വരിക? പരീക്ഷയുടെ തലേന്ന്. അതുകൊണ്ട് വലിയ കാര്യമില്ല. ഇതെന്തുകൊണ്ടാണ് സംഭവിക്കുന്നത് വെച്ചാൽ നമ്മൾ മോട്ടിവേഷനെ കൃത്യമായി മനസ്സിലാക്കിയില്ല. നമ്മളെന്താണ് മോട്ടിവേഷൻ വിചാരിച്ചിരിക്കുന്നത്? നമുക്ക് മോട്ടിവേഷൻ വരുന്നു, അത് കാരണം നമ്മൾ പഠിക്കുന്നു അല്ലെങ്കിൽ എന്തെങ്കിലും കാര്യങ്ങൾ ചെയ്യുന്നു, അപ്പോൾ നമ്മൾ സക്സസ്ഫുൾ ആവും. ഇത് ആക്ച്വലി ഫണ്ടമെൻ്റലി ഫ്ലോഡ് ആയിട്ടുള്ള ഒരു ലോജിക്കാണ്. കംപ്ലീറ്റ്ലി റോങ് ആണ്. സയൻസ് പറയുന്നത് നേരെ തിരിച്ചാണ്. അതായത് നമുക്ക് മോട്ടിവേഷൻ വന്നിട്ടല്ല നമ്മൾ ആക്ഷൻ ചെയ്യുന്നത്. ഇൻഫാക്ട് മിക്ക സമയത്തും നമ്മൾ ആക്ഷൻ ചെയ്യുക. ഫോർ എക്സാമ്പിൾ നമ്മൾ പഠിക്കുക. അപ്പം ആ പഠിക്കുന്ന ആക്ഷൻ ആയിരിക്കും നമുക്ക് എന്ത് ചെയ്യുക, കൂടുതൽ അത് ചെയ്യാൻ വേണ്ടിയിട്ട് മോട്ടിവേഷൻ തരിക. അങ്ങനെ ആ മോട്ടിവേഷൻ നമുക്ക് എന്താണ്, കൂടുതൽ നമ്മളെ പഠിക്കാൻ ഹെൽപ്പ് ചെയ്യുകയും അവസാനം നമ്മൾ സക്സസ്ഫുൾ ആകുകയാണ് ചെയ്യുക. അപ്പോൾ ഒറ്റ നോട്ടത്തിൽ നിങ്ങൾ ആലോചിക്കുമ്പോൾ ഇത് കൗണ്ടർ ഇൻറ്റ്യൂട്ടീവ് ആയിട്ട് തോന്നുക. അതെങ്ങനെയാണ് സാർ ശരിയാവാം? മോട്ടിവേഷൻ കിട്ടിയിട്ടല്ല നമ്മൾ പഠിക്കുക, പഠിച്ചിട്ട് എങ്ങനെ മോട്ടിവേഷൻ ഉണ്ടാക്കുക? അപ്പോൾ ഇതിനെ സയന്റിഫിക്കലി സപ്പോർട്ട് ചെയ്യാനുള്ള പല എവിഡൻസുകളുണ്ട്. അതിൽ 3 എവിഡൻസുകൾ നിങ്ങൾ മനസ്സിലാക്കണം. അപ്പോഴേ നിങ്ങൾക്ക് ഇത് ശരിക്കും അങ്ങോട്ട് ഉൾക്കൊള്ളാൻ പറ്റുള്ളൂ. ഓക്കെ, ഫസ്റ്റ് കാര്യമാണ് ബിഹേവിയറൽ ആക്ടിവേഷൻ. അതായത് പലപ്പോഴും നമുക്കൊരു കാര്യം ചെയ്യാൻ തോന്നുന്നില്ല, പക്ഷെ അപ്പോഴും നമ്മൾ അങ്ങോട്ട് ചെയ്യാം. പറ്റൂലോ, തിയറിറ്റിക്കലി പറ്റൂലോ. അങ്ങോട്ട് ചെയ്ത് കഴിഞ്ഞാൽ എന്താ സംഭവിക്കുക എന്ന് വെച്ച് കഴിഞ്ഞാൽ മിക്ക സമയത്തും നമ്മളത് ചെയ്യുമ്പോഴായിരിക്കും നമുക്ക് മനസ്സിലാവുക ഇത് എന്നെ കൊണ്ട് പറ്റും. പഠിക്കുന്നതിൻ്റെ കാര്യത്തിലാണെങ്കിൽ ആ കെമിസ്ട്രിയിലെ ടെക്സ്റ്റ് ബുക്ക് എടുത്ത് 2 പേജ് വായിക്കുമ്പോഴാണ് അത് വലിയ കുഴപ്പമൊന്നുമില്ലല്ലോ, എനിക്ക് പറ്റുന്നുണ്ടെന്ന കാര്യം നിങ്ങൾക്ക് തന്നെ ഒരു ബോധ്യം വരിക. അപ്പോൾ മൊത്തത്തിൽ നിങ്ങളുടെ മൂഡ് ഇമ്പ്രൂവ് ആവും. ആ മൂഡ് ഇമ്പ്രൂവ് ആവുന്നതാണ് നിങ്ങൾക്ക് കൂടുതൽ പഠിക്കാനുള്ള മോട്ടിവേഷൻ തരിക. കാരണം ഈ മോട്ടിവേഷൻ വെറുതെ ഇരിക്കുമ്പോൾ ഉണ്ടാകുന്ന സാധനമല്ല. നമ്മൾ എന്തെങ്കിലും ചെയ്ത് അത് വർക്ക് ചെയ്ത് കാണുമ്പോൾ നമുക്ക് ഹാപ്പി ആവും. ആ ഹാപ്പിനെസ് ആണ് വീണ്ടും മോട്ടിവേഷൻ ആയിട്ട് വരിക. ആ മോട്ടിവേഷൻ നിങ്ങളെ കൂടുതൽ പഠിക്കാൻ ഹെൽപ്പ് ചെയ്യും. ഇത് പഠനത്തിൻ്റെ കാര്യത്തിൽ മാത്രമല്ല, എന്ത് കാര്യത്തിൽ നിങ്ങളത് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് എന്താണ് കൂടുതൽ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ആ ഒരു ഡ്രൈവ് കിട്ടും. അപ്പോൾ ഇതാണ് ഫസ്റ്റ് കാര്യം. രണ്ടാമത്തെ കാര്യം കുറച്ചുകൂടി നമുക്ക് ന്യൂറോ സയൻസ് ഇതിൽ അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ ബ്രെയിനിൽ ആക്ച്വലി സംഭവിക്കുന്നതാണ്. നിങ്ങൾ എന്ത് ചെയ്യുന്നു, കെമിസ്ട്രി ടെക്സ്റ്റ് ബുക്ക് എടുത്ത് ഒരു പേജ് അങ്ങോട്ട് വായിക്കണം. അത് നിങ്ങൾക്ക് അത്യാവശ്യം മനസ്സിലാവുക ചെയ്യുന്നുണ്ടെങ്കിൽ എന്താ ഓട്ടോമാറ്റിക്കലി സംഭവിക്കുക, നിങ്ങളുടെ ബ്രെയിൻ അതൊരു വിജയമായിട്ട്, ഒരു വിന്നായിട്ട് അത് കരുതുന്നു. ഓട്ടോമാറ്റിക്കലി ബ്രെയിൻ എന്ത് ചെയ്യുന്നു, ഡോപ്പമീൻ റിലീസ് ചെയ്യുന്നു. പലരും മനസ്സിലാക്കിയിരിക്കുന്ന ഡോപ്പമീൻ എന്ന് പറഞ്ഞ ഒരു പ്ലഷർ കെമിക്കൽ പോലെയാണ്. ആക്ച്വലി പ്ലഷർ വരുമ്പോൾ നമുക്ക് വേറെ പല ന്യൂറോ ട്രാൻസ്മിറ്റേഴ്സ് ആണ് റിലീസ് ചെയ്യുക. ഡോപ്പമീൻ കൂടുതലൊരു മോട്ടിവേഷൻ മോളിക്യൂളാണ്. അതായത് ഈ ഡോപ്പമീൻ ബ്രെയിനിൽ റിലീസ് ആകുമ്പോൾ അതേ കാര്യം വീണ്ടും ചെയ്യാനാണ് നമുക്ക് തോന്നുക. അപ്പോൾ ഈ പഠനം ഒരു വിന്നായിട്ട് ബ്രെയിൻ രജിസ്റ്റർ ചെയ്യുമ്പോൾ ഡോപ്പമീൻ റിലീസ് ചെയ്യുന്ന വഴി ഇനിയും ആ കാര്യം ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മുടെ ബ്രെയിൻ നമ്മളോട് സിഗ്നൽ ചെയ്യാണ്, നമ്മളത് ഓട്ടോമാറ്റിക്കലി ചെയ്തുകൊണ്ടിരിക്കും. ഇനി ഇത് വേറൊരു സയന്റിഫിക് ബേസിസ് കൂടി ഉണ്ട്. അതിൻ്റെ പേരാണ് കോഗ്നിറ്റീവ് ഡിസണൻസ്. ഇത് മനസ്സിലാക്കാൻ വേണ്ടി ഒരു സിമ്പിൾ എക്സാമ്പിൾ പറഞ്ഞുതരാം. നമുക്ക് എല്ലാവർക്കും അറിയാം പുക വലിക്കുന്നത് ഭയങ്കര പ്രശ്നമാണ്, സീരിയസ് ആയിട്ടുള്ള പ്രശ്നമാണ്. പക്ഷെ എന്നാലും പലരും പുക വലിക്കും. അപ്പോൾ അങ്ങനത്തെ ആൾക്കാരോട് നിങ്ങൾ ചോദിക്കുകയാണ്, നിങ്ങൾക്ക് അറിയില്ലേ ഇത് മോശമാണെന്ന് ചോദിക്കുക, അവർ പറയും, അവർ ജനറലി പറയാമെന്ന് വെച്ചാൽ അങ്ങനെ എല്ലാവർക്കും പുക വലിക്കുന്നവർക്ക് അസുഖം വരുന്നുണ്ടോ, ക്യാൻസർ വരുന്നുണ്ടോ? എൻ്റെ മറ്റൊരു അമ്മാവനുണ്ടായിരുന്നു, അപ്പൂപ്പനുണ്ടായിരുന്നു, അയാൾക്ക് ഒരു കുഴപ്പമില്ല, 90 വയസ്സിൽ ജീവിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്, എല്ലാ ദിവസവും വീഡിയോ വലിക്കുന്ന ആളാണെന്നൊക്കെ അവരെന്ത് ചെയ്യും, അവർ അതിനെ റാഷണലൈസ് ചെയ്യും. ഇതിനെ വിളിക്കുന്ന പേരാണ് കോഗ്നിറ്റീവ് ഡിസണൻസ്. അതായത് നമ്മുടെ ബ്രെയിനിൽ 2 ഒപ്പോസിങ് ആയിട്ടുള്ള ഐഡിയാസ് ഉണ്ടെങ്കിൽ, ഫോർ എക്സാമ്പിൾ നമുക്കറിയാം സ്മോക്കിംഗ് ബാഡാണ്, പക്ഷെ നമ്മൾ സ്മോക്കിംഗ് ചെയ്യുകയാണെങ്കിൽ ആ സ്മോക്കിംഗ് ചെയ്യുന്നതിനെ എങ്ങനെയാണ് റാഷണലൈസ് ചെയ്യാൻ വേണ്ടി ബ്രെയിൻ ഓട്ടോമാറ്റിക്കലി നോക്കും. ആ ഒരു ഇംബാലൻസ് ബ്രെയിൻ ഇഷ്ടമില്ല. അപ്പോൾ ഈ ഒരു കാര്യത്തിനെ നമുക്ക് പഠിക്കുന്ന സമയത്ത് നമ്മുടെ അഡ്വാൻറ്റേജിന് എടുക്കാൻ പറ്റും. അങ്ങനെ അഡ്വാൻറ്റേജിന് എടുക്കുക. ഫോർ എക്സാമ്പിൾ നിങ്ങൾ ഈ പഠിക്കുന്ന കെമിസ്ട്രിയാണ് പഠിക്കുന്നതെങ്കിൽ നിങ്ങൾക്ക് അറിയാം നിങ്ങൾക്ക് കെമിസ്ട്രി ഇഷ്ടമില്ല എന്ന്, പക്ഷെ അതേസമയം നിങ്ങളത് പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ആ ഒരു കോഗ്നിറ്റീവ് ഡിസണൻസ് അവിടെ വന്നു. ഇഷ്ടമില്ലാത്ത കാര്യം നിങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുക. ബ്രെയിൻ ഓട്ടോമാറ്റിക്കലി എന്ത് ചെയ്യും, അതിനെ റാഷണലൈസ് ചെയ്യാൻ നോക്കും. എങ്ങനെയാണ് റാഷണലൈസ് ചെയ്യുക? നിങ്ങൾക്ക് ഇഷ്ടമുള്ള കാര്യമല്ലേ നിങ്ങൾ ചെയ്യുള്ളൂ. അപ്പോൾ നിങ്ങൾ ചെയ്യുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അത് ഇഷ്ടമാണ് എന്നുള്ള കാര്യം ഓവർ എ പീരീഡ് ഓഫ് ടൈം ബ്രെയിൻ മെല്ലെ മെല്ലെ റാഷണലൈസ് ചെയ്തെടുക്കും. ഇത് നടക്കണമെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യണം, അത് ഇറസ്പെക്റ്റീവ് ഓഫ് ഇഷ്ടമാണോ ഇഷ്ടമല്ലയോ നിങ്ങൾ അതും കൂടി ചെയ്യുക. ആ കോഗ്നിറ്റീവ് ഡിസണൻസ് മെല്ലെ മെല്ലെ ഇത് ബ്രെയിനിൽ വർക്ക് ചെയ്ത് നിങ്ങൾക്ക് അത് ഇഷ്ടമുള്ളതുപോലെ ബ്രെയിൻ എന്ത് ചെയ്യും, സിഗ്നൽ ചെയ്യാൻ തുടങ്ങും. അപ്പോൾ ആ ഒരു കാര്യം നിങ്ങൾക്ക് അഡ്വാൻറ്റേജിന് എടുക്കാം. അപ്പോൾ ഈ 3 കാര്യങ്ങളുടെ അടിസ്ഥാനത്തിൽ നിങ്ങൾ വളരെ സിമ്പിളായിട്ട് എന്താ ചെയ്യേണ്ടതുള്ളൂ, ടെക്സ്റ്റ് ബുക്ക് എടുത്തും കൂടി വായിക്കുക.
മോട്ടിവേഷൻ വരികയാണ് ചെയ്യുക എന്നുള്ള കാര്യം മനസ്സിലാക്കുക. പക്ഷേ എങ്കിൽ പോലും നിങ്ങൾ ഫേസ് ചെയ്യാൻ പോകുന്നൊരു പ്രശ്നം എന്താണ്? അതായത് തുടങ്ങട്ടെ സാർ, ഈ പരിപാടി ഇങ്ങനെ തുടങ്ങുക എന്നാലേ നമുക്ക് ഈ ആക്ഷനും മോട്ടിവേഷനൊക്കെ വരുള്ളൂ. ഇങ്ങനെ തുടങ്ങാൻ പറ്റുന്നില്ല, അതിനുള്ള മൂഡില്ല. അപ്പോൾ എന്താ ചെയ്യുക? അപ്പോൾ അവിടെ നിങ്ങൾ മനസ്സിലാക്കേണ്ടത്, നിങ്ങൾ +1 +2 കെമിസ്ട്രി പഠിക്കുന്നവരാണ്, നിങ്ങൾക്ക് അറിയായിരിക്കും ആക്ടിവേഷൻ എനർജി എന്നാണ് കോൺസെപ്റ്റ്. ഫോർ എക്സാമ്പിൾ ഒരു കെമിക്കൽ റിയാക്ഷൻ നടക്കണമെങ്കിൽ അത് തന്നെ കൂടെ നടക്കില്ല. പല റിയാക്ഷൻസും ഒരു മിനിമം എനർജി നമ്മൾ കൊടുത്താലേ അത് നടക്കുള്ളൂ. ആ മിനിമം എനർജി കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ ഓട്ടോമാറ്റിക്കലി നടന്നോളൂ, അതിൽ വലിയ കോംപ്ലിക്കേഷൻസ് ഒന്നും ഇല്ല. പക്ഷേ ആ മിനിമം എനർജി കിട്ടണം, അതിനാണ് നമ്മൾ ആക്ടിവേഷൻ എനർജി എന്ന് വിളിക്കുക. ഈ കെമിസ്ട്രി ഇഷ്ടമില്ലാത്തവരാണെങ്കിൽ ഇങ്ങനെ ആലോചിച്ചാൽ മതി, ഒരു വണ്ടി ഉണ്ട്, ആ വണ്ടി എന്താണ് ഓൺ ആവുന്നില്ല. അപ്പോൾ അതിന് ഉന്തി നമുക്ക് തള്ളി വേണം അതിനെ ഓൺ ആക്കണമെങ്കിൽ. ആലോചിച്ചു ആദ്യത്തെ അത് ഒന്ന് മോഷനിലാക്കാൻ ഒരു ബുദ്ധിമുട്ടുണ്ട് അല്ലേ, ആക്ടിവേഷൻ ആക്കാൻ വേണ്ടിയിട്ട്. പക്ഷെ ഒന്ന് ഉന്തി കഴിഞ്ഞാൽ ഒന്ന് റോൾ ചെയ്ത് തുടങ്ങി കഴിഞ്ഞാൽ പിന്നെ ഉന്തി അതിനെ മൂവ് ചെയ്യാൻ വലിയ ബുദ്ധിമുട്ടില്ല. അപ്പോൾ ആദ്യത്തെ ആ ഒരു പുഷ് കിട്ടാനാണ് ബുദ്ധിമുട്ട്. ഈ സെയിം കാര്യമാണ് നമ്മുടെ ബിഹേവിയറിൽ. നമ്മളിങ്ങനെ ഫോൺ നോക്കി ഇങ്ങനെ ഒരു സമയത്ത് പഠിക്കണം എന്നറിയാം, പക്ഷേ ആ പഠിക്കാൻ തുടങ്ങാനാണ് ഏറ്റവും പ്രശ്നം. അപ്പോൾ ആ ഒരു ആക്ടിവേഷൻ എനർജി എങ്ങനെ എളുപ്പത്തിൽ കിട്ടുക? അതിന് സിമ്പിൾ മാർഗ്ഗമാണ് 5 മിനിറ്റ് റൂൾ. നിങ്ങൾ കാര്യം തീരുമാനിക്കുക, നിങ്ങൾ 1 മണിക്കൂർ പഠിക്കും, അരമണിക്കൂർ പഠിക്കുന്നതിന് പകരം അത് വർക്ക് ആവുന്നില്ലെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യാം? 5 മിനിറ്റ് ഞാൻ പഠിക്കും തീരുമാനിക്കും. അപ്പോൾ ആദ്യം ആയിരിക്കുമ്പോൾ ഭയങ്കര ഇംപ്രാക്റ്റീവ് അല്ലേ, 5 മിനിറ്റ് പഠിച്ചുകൊണ്ട് ഉണ്ടാവാനാ, ഒന്നും ഉണ്ടാവില്ലോ എന്നൊക്കെ വിചാരിക്കും. പക്ഷെ നിങ്ങൾ അത് 5 മിനിറ്റ് തുടങ്ങും, അത് വലിയ ബുദ്ധിമുട്ടല്ല. കാരണം 5 മിനിറ്റ് എന്ന് പറഞ്ഞാൽ ഭയങ്കര സിമ്പിൾ പരിപാടിയാണ്, ആർക്കും ചെയ്യാവുന്നതാണ് അല്ലേ, നിങ്ങൾക്കും ചെയ്യാവുന്നതാണ്, ആർക്കും ചെയ്യാം. ഒന്ന് ചെയ്തു നോക്കാം. ആ 5 മിനിറ്റ് നിങ്ങളെ പിന്നീടുള്ള കാര്യത്തിന് ട്രിഗർ ചെയ്യും. കാരണം 5 മിനിറ്റ് പഠിക്കുമ്പോൾ നിങ്ങൾക്ക് തന്നെ മനസ്സിലാവും അത് വലിയ ബുദ്ധിമുട്ടൊന്നുമില്ല, എനിക്ക് കുറച്ചും കൂടി നേരം വേണമെങ്കിൽ ചെയ്യാം. മേ ബി നിങ്ങൾക്ക് ഒരു 10 മിനിറ്റ് ചെയ്യാൻ പറ്റുമായിരിക്കും. 10 മിനിറ്റ് കഴിയുമ്പോൾ നിങ്ങൾക്ക് ചിലപ്പോൾ അത് വലിയ കുഴപ്പമില്ല, വേണം 20 മിനിറ്റ് ചെയ്യാം. ഓക്കെ, എന്നിട്ട് 20 മിനിറ്റ് ചെയ്ത് നിർത്തിക്കോ, ഒന്ന് കുഴപ്പമില്ല. ഒന്നും ചെയ്യാതിരിക്കുന്നതിനേക്കാൾ എത്രയോ ബെറ്ററാണ് നിങ്ങൾ അന്നത്തെ ഒരു ദിവസം 20 മിനിറ്റെങ്കിലും പഠിക്കുന്നത്. ഇനി സാർ അങ്ങനെയല്ല, ചിലർ പറയും അല്ല ഞാൻ 5 മിനിറ്റ് പഠിക്കാൻ തീരുന്നത് 5 മിനിറ്റ് പഠിക്കുള്ളൂ. അപ്പോൾ സാർ ചെക്ക്മേറ്റ് ആയില്ലേ? ഒരു ചെക്ക്മേറ്റ് ഇല്ല. നിങ്ങളൊന്നും പഠിക്കാതിരിക്കുന്നതിനേക്കാളും വെറുതെ ഫോൺ നോക്കിയിരിക്കുകയാണെങ്കിൽ എത്രയോ ബെറ്ററാണ് 5 മിനിറ്റ് നിങ്ങൾ പഠിക്കുക. മാത്രമല്ല ആ 5 മിനിറ്റ് സക്സസ്ഫുള്ളി നിങ്ങൾക്ക് പഠിക്കാൻ കഴിഞ്ഞാൽ ബ്രെയിൻ അതിനൊരു വിക്ടറി ആയിട്ട് പ്രഖ്യാപിക്കുകയും ചെറുതായിട്ട് ഡോപ്പമിൻ റിലീസ് ചെയ്യുകയും മാത്രമല്ല നാളെ നിങ്ങൾ വീണ്ടും 5 മിനിറ്റ് പഠിക്കാൻ വേണ്ടി തീരുമാനിക്കണം, അത് വേറെ കാര്യം. അങ്ങനെ തീരുമാനിക്കുമ്പോൾ വീണ്ടും ഡോപ്പമിൻ റിലീസ് ചെയ്യും. ഡോപ്പമിൻ എന്ന് പറഞ്ഞാൽ ഒരു വാണ്ടിങ് കെമിക്കലാണ്, ഒരു മോട്ടിവേഷൻ മോളിക്യൂളാണ്. അപ്പോൾ ആ പഠനത്തിന് ആലോചിക്കുമ്പോൾ നിങ്ങൾക്ക് കഴിഞ്ഞ പ്രാവശ്യം ഞാൻ സക്സസ്ഫുൾ ആയിരുന്നു, ഡോപ്പമിൻ റിലീസ് ആവുന്നു, നിങ്ങൾക്ക് വീണ്ടും ആ 5 മിനിറ്റ് ചെയ്യാൻ തോന്നും. അത് ആദ്യത്തെ പ്രാവശ്യം നടന്നില്ലെങ്കിൽ, രണ്ടാമത്തെ പ്രാവശ്യം നടന്നില്ലെങ്കിൽ, മൂന്നാമത്തെ 4ാമത്തെ പ്രാവശ്യം മെല്ലെ ആ 5 മിനിറ്റ് ഓട്ടോമാറ്റിക്കലി എന്താക്കാൻ വരും? നിങ്ങൾക്ക് 10 മിനിറ്റ് ആക്കാൻ പറ്റും. ഇതാണ് റിയാലിറ്റി. ചെയ്തു നോക്ക്. ഓക്കെ, ഇനി ഇതെല്ലാം 5 മിനിറ്റ് റൂൾ ആക്കണം എന്നില്ല. പല രീതിയിലും ഇതിൻ്റെ വേരിയേഷൻസ് നിങ്ങൾക്ക് ചെയ്യാം. ഫോർ എക്സാമ്പിൾ നിങ്ങൾക്ക് ഹിസ്റ്ററി റിവൈസ് ചെയ്യണം. അപ്പോൾ ഹിസ്റ്ററി റിവൈസ് ചെയ്യണം തീരുമാനിക്കുന്ന പകരം അത് ഭയങ്കര ബുദ്ധിമുട്ടായിട്ട് തോന്നുമെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യുക? നിങ്ങളുടെ ഗോൾ നിങ്ങൾ മാറ്റുക, റീഫ്രേസ് ചെയ്യുക. എന്താണ് നിങ്ങളുടെ ഗോൾ? ഹിസ്റ്ററി റിവൈസ് ചെയ്യാനല്ല, ടെക്സ്റ്റ് ബുക്ക് തുറക്കണം, എന്നിട്ട് ഫസ്റ്റ് പാരഗ്രാഫ് ഒന്ന് വായിക്കണം, മതി. എന്നിട്ട് അത് വായിക്കുന്നതിലൂടെ നിങ്ങൾക്ക് കൂടുതൽ വായിക്കാനുള്ള ഒരു മോട്ടിവേഷൻ കിട്ടുന്നുണ്ട്. യു കണ്ടിന്യൂ ദാറ്റ്. പറ്റുന്നില്ലെങ്കിൽ നിങ്ങൾ അവിടെ നിർത്തുക, എന്നിട്ട് വീണ്ടും ചെയ്യുക. വീണ്ടും ഇപ്പം ചെയ്യുക അന്ന് തന്നെ ചെയ്തു നോക്കുക. കുറച്ച് കഴിയുമ്പോൾ 1 അരമണിക്കൂർ കഴിയുമ്പോൾ വീണ്ടും ഒന്നുകൂടി ടെക്സ്റ്റ് ബുക്ക് തുറക്കുന്നു, ഒരു പാരഗ്രാഫ്. ഞാൻ ഗ്യാരണ്ടി ചെയ്യാം നിങ്ങൾക്ക് ഓവർ എ പീരീഡ് ഓഫ് ടൈം നിങ്ങൾക്ക് കൂടുതൽ ചെയ്യാൻ പറ്റും. ഇംഗ്ലീഷ് എസ്സേ എഴുതുന്നതിന് പകരം അത് നിങ്ങളുടെ ഗോളാക്കുന്നതിന് നിങ്ങൾ എന്ത് ചെയ്യുക? നോട്ട് ബുക്ക് തുറക്കുക, എന്തിനെന്ത് ചെയ്യുക? ടൈറ്റിൽ ഒന്ന് എഴുതുക. സിമ്പിൾ ഗോൾ, എല്ലാവർക്കും ചെയ്യാൻ പറ്റും. മാത്സ് ഹോംവർക്ക് വേണ്ട, ഒരു ക്വസ്റ്റ്യൻ ചെയ്യും, ഗ്യാരണ്ടീഡാണ്. നിങ്ങൾ ആ ഒരു ക്വസ്റ്റ്യൻ നിങ്ങൾക്ക് കിട്ടിക്കഴിയുമ്പോണ്ടല്ലോ നിങ്ങൾക്ക് അടുത്ത ക്വസ്റ്റ്യൻ ചെയ്യാൻ തോന്നും. അത് ഒരു പ്രാവശ്യം ചെയ്തിട്ട് ആയില്ലെങ്കിൽ അടുത്ത പ്രാവശ്യം, അല്ല അടുത്ത പ്രാവശ്യം ആയില്ല അടുത്ത പ്രാവശ്യം ആയിക്കോളും. ഇങ്ങനെയാണ് നമുക്ക് പ്രോഗ്രസ് ഉണ്ടാക്കാൻ പറ്റില്ല. അല്ലാണ്ട് ഒറ്റയടിക്ക് എല്ലാ പ്രശ്നവും നിങ്ങളുടെ ലൈഫിലെ അക്കാഡമിക് പ്രശ്നങ്ങൾ അല്ലാത്ത പ്രശ്നങ്ങൾ സോൾവ് ചെയ്യാൻ പറ്റും? ഒരിക്കലും പറ്റില്ല. അപ്പോൾ ഇൻക്രിമെൻ്റൽ ചേഞ്ച് ഉണ്ടാക്കാൻ നിങ്ങൾ നോക്കുക. അങ്ങനെയാണ് നമ്മൾ ചേഞ്ച് വരുത്തുക, അങ്ങനെയാണ് മോട്ടിവേഷൻ ഉണ്ടാവുക. അടുത്ത് നിങ്ങൾ മനസ്സിലാക്കേണ്ട കാര്യമാണ് ഹാബിറ്റ് ലൂപ്പ് എന്ന് പറഞ്ഞ സാധനം. അപ്പോൾ വളരെ സിംപ്ലിഫൈഡ് ആയിട്ടുള്ള ഒരു ഹാബിറ്റ് ലൂപ്പാണ് ഇവിടെ കാണുന്നത്. നിങ്ങൾ എന്ത് ഹാബിറ്റ്, അത് ബ്രഷ് ചെയ്യുന്നു, അല്ല പഠിക്കുന്നു, ഫോൺ നോക്കുന്നു, എല്ലാം ഈ ഒരു ഹാബിറ്റ് ലൂപ്പ് വഴി ഉണ്ടാവും. അതായത് ഒരു ക്യൂ ഉണ്ടാവും. ഫോർ എക്സാമ്പിൾ ബ്രഷ് ചെയ്യുന്നതിൻ്റെ ക്യൂ എന്താണ്? രാവിലെ എണീക്കുന്നു, അപ്പോൾ ഒരു വായിലൊരു സെൻസേഷൻ വരും, സുഖമില്ലാത്ത. അപ്പോൾ അതാണ് ക്യൂ. പഠിക്കുന്നതിൻ്റെ കാര്യത്തിൽ നിങ്ങൾ വൈകുന്നേരം ഒരു ടൈം ടേബിൾ ഉണ്ടാകും. ആ ടൈം ടേബിൾ 7 മണിയാണ്, 7 മണി, അതാണ് നിങ്ങളുടെ ആ ക്യൂ വരാൻ പോകുന്നത്. ഗെയിമിങ്ങിൻ്റെ ആണെങ്കിൽ നിങ്ങൾ പെട്ടെന്ന് ആ ഗെയിമിങ്ങിനെ പറ്റി ആലോചിക്കുമ്പോൾ അതാണ് നിങ്ങളുടെ ക്യൂ. അപ്പോൾ ഒരു ക്യൂ ഉണ്ടാവും. അപ്പോൾ ആ ക്യൂ വരുമ്പോൾ നമുക്ക് റൊട്ടീൻ ഉണ്ടാവും, ബ്രഷിംഗ് ടൈം, അഥവാ പഠിക്കുക അല്ലെങ്കിൽ ഗെയിം കളിക്കുക. എന്നിട്ട് അതിൻ്റെ റിവാർഡ് ഉണ്ടാവും. ഗെയിം കളിക്കുന്നതിൻ്റെ റിവാർഡ് ഭയങ്കര ഒബ്വിയസ് ആണ്, കിട്ടിക്കൊണ്ടിരിക്കുകയാണ്. ബ്രഷ് ചെയ്യുന്നതിൻ്റെ റിവാർഡ് എന്താണ്? നമ്മൾ ബ്രഷ് ചെയ്ത് കഴിയുമ്പോൾ ഒരു ചെറിയ നല്ലൊരു ടേസ്റ്റ് ഒക്കെ ഉണ്ടാവില്ല അതിൽ. ആ ടേസ്റ്റ് ആക്ച്വലി ആർട്ടിഫിഷ്യൽ ഇടുന്നതാണ്, അത് ആവശ്യമില്ല ശരിക്കും ടൂത്ത് പേസ്റ്റിനുള്ളിൽ. നിങ്ങൾ ഈ ഹാബിറ്റ് ലൂപ്പിനെ എക്സ്പ്ലോയിറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഈ ടൂത്ത് പേസ്റ്റ് കമ്പനിക്കാർ, കോൾഗേറ്റുകാരും അവരൊക്കെ ആ ടേസ്റ്റ് കൊടുക്കുന്നതാണ്. ആ ടേസ്റ്റ് കിട്ടിക്കഴിയുമ്പോൾ വീണ്ടും എന്താണ് ചെയ്യാൻ വേണ്ടി തോന്നും. പഠിച്ചിട്ട് നല്ല മാർക്ക് കിട്ടുകയാണെങ്കിൽ വലിയ റിവാർഡാണ് അല്ലേ? പക്ഷേ അത് എപ്പോഴും ഉള്ള റിവാർഡല്ല. എല്ലാ ദിവസവും നിങ്ങൾക്ക് പരീക്ഷയിൽ നല്ല മാർക്ക് കിട്ടും പഠിച്ചുകൊണ്ട്, ഇല്ല.
പക്ഷെ നമ്മൾ എന്തെങ്കിലും റിവാർഡും കൂടെ കൊടുത്തു കഴിഞ്ഞാൽ, കാരണം പല കുട്ടികൾക്കുള്ള പ്രശ്നം എന്ന് വെച്ചാൽ ആ പഠനത്തിൻ്റെ കാര്യത്തിൽ മാത്രം കാര്യമായി റിവാർഡൊന്നും ഇല്ല, അറ്റ്ലീസ്റ്റ് ഡെയിലി ബേസിൽ റിവാർഡില്ല. എന്നോ റിവാർഡ് കിട്ടും, പക്ഷെ എല്ലാ ദിവസവും റിവാർഡില്ല. പക്ഷെ ആ റിവാർഡ് നമുക്ക് ഉണ്ടാക്കാൻ പറ്റിയാലോ എങ്ങനെ ഉണ്ടാവും? അടിപൊളിയായിരിക്കും. അതെങ്ങനെയാണ് സാർ റിവാർഡ് ഉണ്ടാക്കുക? ആ ടെക്നിക്കിൻ്റെ പേരാണ് ഇറ്റ് ഇസ് കോൾഡ് ടെംപ്ടേഷൻ ബണ്ട്ലിംഗ്. ഫോർ എക്സാമ്പിൾ, ഇഷ്ടമില്ലാത്തൊരു കാര്യം എന്നാൽ ഇഷ്ടമുള്ള ഒരു കാര്യം ഉണ്ടെന്ന് വിചാരിക്കുക. നിങ്ങൾ ഇങ്ങനെ തീരുമാനിച്ചാൽ മതി, ഇഷ്ടമില്ലാത്തൊരു കാര്യം പക്ഷെ പ്രൊഡക്റ്റീവായിട്ടുള്ള കാര്യം ഞാൻ ഇത്രയും സമയം ചെയ്തിട്ടേ ഞാൻ എന്ത് ചെയ്യുള്ളൂ, എനിക്ക് ഇഷ്ടമുള്ള ഒരു കാര്യം അതിൻ്റെ റിവാർഡായിട്ട് ചെയ്യുള്ളൂ. 1 മണിക്കൂർ പഠിക്കും, അത് കഴിഞ്ഞിട്ടേ എനിക്ക് എന്തിനുള്ള പെർമിഷൻ ഉള്ളൂ, സീരീസ് കാണാനുള്ള പെർമിഷൻ ഉള്ളൂ. അത് ആരാണ് പെർമിഷൻ കൊടുക്കുന്നത്? ഞാൻ തന്നെയാണ് തീരുമാനിക്കുന്നത്. ഇങ്ങനെ നിങ്ങൾ ചെയ്തു കഴിഞ്ഞാൽ ഈ പഠിക്കുന്ന പറഞ്ഞ ആക്ടിവിറ്റി അതിന് ഓട്ടോമാറ്റിക്കലി ഒരു റിവാർഡ് കിട്ടും. ആ റിവാർഡ് വേറെ എന്തെങ്കിലും കാര്യങ്ങൾ റിവാർഡ് ആയിക്കോട്ടെ, ഒരു കുഴപ്പമില്ല. അങ്ങനെ ചെയ്താലുള്ള ഗുണം, ഒന്ന്, ആ സമയത്ത് ആ പഠിക്കാനുള്ള സമയം നിങ്ങൾ ചെയ്തോളും വൃത്തിക്ക്. കാരണം നിങ്ങൾക്ക് അത് കഴിഞ്ഞിട്ട് ഇത് ചെയ്യാൻ പാടുള്ളൂ, നിങ്ങൾ തന്നെ സെറ്റ് ചെയ്യുന്ന റൂളാണ്. മാത്രമല്ല ഓവർ എ പീരീഡ് ഓഫ് ടൈം എന്താ സംഭവിക്കുക എന്ന് വെച്ച് കഴിഞ്ഞാൽ, നിങ്ങൾ പഠിക്കുന്നു, ചെയ്യുന്നു, അവിടെ കുറേ ന്യൂറോ ട്രാൻസ്മിറ്റേഴ്സ് റിലീസ് ചെയ്യുന്നു, മൊത്തത്തിൽ ഒരു റിവാർഡ് കിട്ടി. അടുത്ത പ്രാവശ്യം നിങ്ങൾ പഠിക്കുന്നതിനെ പറ്റി ആലോചിക്കുമ്പം അപ്പോൾ തന്നെ നിങ്ങളുടെ ബ്രെയിനിൽ ഡോപ്പമിൻ റിലീസ് ആവും. കാരണം നിങ്ങൾക്കറിയാം പഠിക്കുക എന്ന് പറഞ്ഞാൽ അവിടെ എന്തോ റിവാർഡ് ഉണ്ട്, അല്ലെങ്കിൽ അറ്റ്ലീസ്റ്റ് നിങ്ങളുടെ ബ്രെയിനിന് അങ്ങനെ ആയിപ്പോയി. അപ്പോൾ ഡോപ്പമിൻ റിലീസ് വരും, നിങ്ങൾക്ക് കൂടുതൽ പഠിക്കാൻ വേണ്ടി തോന്നും. മാത്രമല്ല ഇങ്ങനെ ചെയ്യുന്ന വഴി ഈ ഒരു ഹാബിറ്റ് ലൂപ്പ് കൂടുതൽ സ്ട്രോങ്ങർ ആയിക്കൊണ്ടിരിക്കും. കാരണം പഠിക്കുന്നു, ഇത് റിവാർഡ് കിട്ടുന്നു. അപ്പോൾ ഈ ഒരു ഹാബിറ്റ് ലൂപ്പ് ഇങ്ങനെ ഉണ്ടായതിനു ശേഷം ആ ഹാബിറ്റ് ലൂപ്പ് കൂടുതൽ സ്ട്രോങ് ആയിക്കൊണ്ടേയിരിക്കും. അപ്പോൾ എല്ലാ കാര്യത്തിലും നിങ്ങൾ എന്തെങ്കിലും ഒരു റിവാർഡ് കൊടുത്തുകൊണ്ടിരിക്കാൻ വേണ്ടി ശ്രമിക്കുക, പ്രത്യേകിച്ച് ഇഷ്ടമില്ലാത്ത കാര്യങ്ങൾ വരുമ്പോൾ. ഇനി അടുത്ത കാര്യം മനസ്സിലാക്കാൻ വേണ്ടി ഒരു സിമ്പിൾ എക്സാമ്പിൾ എടുക്കാം. 2 പേരുണ്ട്. ഒരു കുട്ടിയുടെ പേര് അർജുൻ എന്നാണ്, ഒരു കുട്ടിയുടെ പേര് ഗൗരി എന്നാണ്. അർജുൻ്റെ പേരൻസ് അർജുനോട് പറഞ്ഞിട്ടുണ്ട്, ഈ വരുന്ന ഓണപ്പരീക്ഷയിൽ നിനക്ക് A+ എല്ലാ സബ്ജക്റ്റിലും കിട്ടുകയാണെങ്കിൽ നിങ്ങൾക്കൊരു PS5 വാങ്ങിച്ചു തരാമെന്ന് പറഞ്ഞു. ഗൗരിനോട് അങ്ങനെ പറഞ്ഞിട്ടൊന്നുമില്ല. പക്ഷേ ഗൗരിക്ക് ഒരു ആഗ്രഹമുണ്ട്, നന്നായി പഠിച്ച് നല്ലൊരു ഡോക്ടർ ആവണമെന്ന് ആഗ്രഹമുണ്ട്. അപ്പോൾ പഠിച്ചാലേ, നല്ല മാർക്ക് കിട്ടിയാലേ നിങ്ങൾ ഡോക്ടർ ആവാൻ പറ്റുള്ളൂ. കാരണം മാർക്കിൽ മാത്രമല്ല, ഈ കാര്യങ്ങളൊക്കെ നാളെ ഉപയോഗിക്കേണ്ട ആവശ്യമുള്ള ഒരു ബോധ്യം ഗൗരിക്കുണ്ട്. നിങ്ങൾ പറ, ആരായിരിക്കും ആക്ച്വലി നല്ലോണം എഫേർട്ട് ഇടുക? സയൻറ്റിഫിക്കലി പറയുകയാണെങ്കിൽ, സയൻറ്റിഫിക്കലി എന്ന് പറഞ്ഞാൽ ആക്ച്വലി ഇങ്ങനത്തെ സ്റ്റഡീസൊക്കെ നടന്ന് അവർ ഒബ്സർവ് ചെയ്തു, പല 1000ഓളം കുട്ടികളെ ഒബ്സർവ് ചെയ്തപ്പോൾ അവർക്ക് മനസ്സിലായി ഗൗരിനെ പോലത്തെ കുട്ടികളാണ് കൂടുതൽ എഫേർട്ട് ഇടുക. പ്രത്യേകിച്ച് ലോങ് ടേമിൽ നമ്മൾ നോക്കുകയാണെങ്കിൽ, ഒരൊറ്റ പരീക്ഷ അല്ലോ ജീവിതത്തിൽ വരിക, കുറേ പരീക്ഷകളും കുറേ കാര്യങ്ങൾ വരില്ലേ. ആ ലോങ് ടേം നോക്കുകയാണെങ്കിൽ വളരെ ഒബ്വിയസ്ലി ഗൗരിനെ പോലത്തെ കുട്ടികളാണ്. എന്താ ഈ ഗൗരിനെ പോലത്തെ കുട്ടികൾ എന്ന് പറയാൻ കാരണം? ഗൗരി എന്താ സ്പെഷ്യൽ ആയതുകൊണ്ടാണ്? അല്ല, വ്യത്യാസം വരുന്നത് ഇവരുടെ ഇൻറ്റൻഷനിലാണ്. അപ്പോൾ ഇതെന്താണ് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് നിങ്ങളൊരു തിയറി മനസ്സിലാക്കണം. വളരെ സിമ്പിളാണ്, സെൽഫ് ഡിറ്റർമിനേഷൻ തിയറി. അതായത് നമുക്ക് ഒരു കാര്യം ചെയ്യാൻ വേണ്ടി നമ്മൾ മോട്ടിവേറ്റഡ് ആവണമെങ്കിൽ എന്തൊക്കെ വേണം? ശരിക്കും 3 കാര്യങ്ങൾ മതി. ആ 3 കാര്യങ്ങൾ വേണം. എന്തായാലും ഫസ്റ്റ്, ഓട്ടോണമി. നമ്മുടെ കൺട്രോളിലായിരിക്കണം ആ കാര്യം. വേറെ ആൾക്കാർ പറഞ്ഞതുകൊണ്ട് നമ്മൾ ചെയ്യുന്ന കാര്യങ്ങൾ നമ്മൾ അത്രയും മോട്ടിവേഷൻ ഉണ്ടാക്കില്ല. നമ്മുടെ കൺട്രോളുള്ള കാര്യങ്ങളാണെങ്കിൽ, ആ ഓട്ടോണമിറ്റി ഉണ്ടെങ്കിൽ നമുക്ക് മോട്ടിവേഷൻ ഓട്ടോമാറ്റിക്കലി വന്നോളും. രണ്ടാമത് നമുക്ക് വേണ്ടത് കോമ്പിറ്റൻസ് ആണ്. നമ്മൾ ചെയ്യുന്ന കാര്യത്തിൽ നമ്മൾ നല്ലതായിരിക്കണം, നമ്മൾ കോമ്പിറ്റൻ്റ് ആയിരിക്കണം. അതിൽ നമ്മൾ മാത്സ് ആണെങ്കിൽ മാത്സിൽ നമുക്ക് ഇമ്പ്രൂവ്മെൻറ്റ് നമുക്ക് വേണം. ഇമ്പ്രൂവ്മെൻറ്റ് വരാത്ത കാര്യങ്ങളാണ് നമ്മൾ വീണ്ടും ചെയ്തുകൊണ്ടിരിക്കും, ഇല്ല, നമുക്ക് മോട്ടിവേഷൻ വരില്ല. ലാസ്റ്റ് കാര്യമാണ് റിലേറ്റഡ്നെസ്. റിലേറ്റഡ്നെസ് ആണ് പേർപ്പസ്. നമ്മൾ ചെയ്യുന്ന കാര്യത്തിൽ എന്തെങ്കിലും ഒരു പേർപ്പസ് ഉണ്ടായിരിക്കണം. ഒരു പേർപ്പസ് ഇല്ലാത്ത കാര്യം നിങ്ങൾ എത്ര പ്രാവശ്യം ചെയ്തുകൊണ്ടിരിക്കും? ലിമിറ്റ് നിങ്ങൾ ചെയ്തുകൊണ്ടിരിക്കും. ആ ഒരു പേർപ്പസ്. ഈ 3 കാര്യങ്ങൾ വരുമ്പോഴാണ് ആ ഇൻട്രിൻസിക് മോട്ടിവേഷൻ, നമ്മൾ ഉള്ളാൽ വരുന്ന മോട്ടിവേഷൻ ഉണ്ടാകും. ഇതെങ്ങനെയാണ് നമ്മുടെ ലൈഫിൽ, നമ്മുടെ പഠന ലൈഫിൽ നമുക്ക് വരുത്താൻ പറ്റുക? വരുത്താൻ പറ്റുമോ? പറ്റും. ഫസ്റ്റ് നമുക്ക് ഓട്ടോണമിയുടെ കാര്യം നോക്കാം. എങ്ങനെ നമുക്ക് ഉണ്ടാക്കാൻ പറ്റുക? പല രീതിയിൽ ഉണ്ടാക്കാൻ പറ്റും. 2-3 എക്സാമ്പിൾ ഞാൻ പറഞ്ഞു. ഒന്ന്, നിങ്ങൾ നിങ്ങളുടേതായ നോട്ട്സ് ഉണ്ടാക്കുക. അപ്പോൾ നിങ്ങളുടെ കൺട്രോളുള്ള ഒരു കാര്യം കിട്ടി, നിങ്ങളായിട്ട് ഉണ്ടാക്കിയ നോട്ട്സ്, നിങ്ങൾ പഠിക്കുന്നു ആ നോട്ട്സാണ്. അപ്പോൾ നിങ്ങൾ കൺട്രോളുള്ള കാര്യം, വേറെ ആരും നിങ്ങൾക്ക് ചെയ്തു തരുന്ന കാര്യമല്ല, നിങ്ങൾ തന്നെ ചെയ്താൽ. രണ്ടാമത്തെ കാര്യം, ക്വസ്റ്റ്യൻസ് ഒക്കെ സ്വന്തം ട്രൈ ചെയ്ത് നോക്കുക. ഒരു ടീച്ചർ പഠിപ്പിക്കുന്നുണ്ടെങ്കിൽ, എക്സാമിനറിൻ്റെ ആരുടെ ലൈവ് ക്ലാസ്സോ അല്ലെ സ്കൂളിലെ ടീച്ചർ പഠിപ്പിക്കുന്ന ക്ലാസ്സോ ആയിക്കോട്ടെ, ആ ടീച്ചർ ചെയ്യുന്ന അതേപോലെ തന്നെ ചെയ്യുന്നതിന് പകരം നിങ്ങൾ സ്വന്തമായിരുന്നു ട്രൈ ചെയ്ത് നോക്കുക. ആ ടീച്ചർ ചെയ്യുന്നതിന് മുമ്പ് തന്നെ തെറ്റിയാലും കുഴപ്പമില്ല, സ്വന്തമായൊരു എഫേർട്ട് ഇടുക. ആ എഫേർട്ട് തന്നെ നിങ്ങൾക്ക് എന്ത് തരും? ഒരു മോട്ടിവേഷൻ തരും. മൂന്നാമത്തെ കാര്യം, ഡൗട്ടുകൾ ചോദിക്കും. നമ്മുടേതായ കുറേ ഡൗട്ടുകൾ, ഒരു മടിയും കാണിക്കാതെ നിങ്ങൾ ചോദിക്കാം. അപ്പോൾ ഇതൊക്കെ ചെയ്യുന്ന വഴി നിങ്ങളുടെ കൺട്രോളിലാണ് കാര്യങ്ങൾ എന്ന കാര്യം നിങ്ങൾക്ക് തന്നെ നിങ്ങളോട് സിഗ്നൽ ചെയ്യാണ്. അത് നിങ്ങളുടെ മോട്ടിവേഷൻ ഡ്രൈവ് ചെയ്യും. രണ്ടാമത്തെ കാര്യമാണ് കോമ്പിറ്റൻസ്. എങ്ങനെ കോമ്പിറ്റൻസ് കൂട്ടുക? കോമ്പിറ്റൻസ് കൂട്ടാൻ വേണ്ടി നിങ്ങൾ തന്നെ തീരുമാനിക്കുക, ഐ വോണ്ട് ടു ഗെറ്റ് ബെറ്റർ. മാത്സിൽ എനിക്ക് ബെറ്റർ ആവണം, കെമിസ്ട്രിയിൽ ബെറ്റർ ആവണം. അല്ലാണ്ട് ഞാൻ മോശമാണ്, ഞാൻ മാത്സിൽ ഒരിക്കലും നന്നാവില്ല, എൻ്റെ മാത്സ് ബുദ്ധി അല്ല എന്ന് നിങ്ങൾ തീരുമാനിക്കുന്ന വരെ എനിക്ക് ബെറ്റർ ആവണം. ടോപ്പർ ആവണോ? വേണ്ട, എനിക്ക് ബെറ്റർ ആവണം. അപ്പോൾ ഓട്ടോമാറ്റിക്കലി നിങ്ങൾ ബെറ്റർ ആവാൻ വേണ്ടി എഫേർട്ട് ഇടുമ്പോൾ നിങ്ങൾ ബെറ്റർ ആവുന്നതാണ് സത്യം. അപ്പോൾ കോൺഫിഡൻസ് കൂടും. കോൺഫിഡൻസ് കൂടി ഓട്ടോമാറ്റിക്കലി നിങ്ങളുടെ മോട്ടിവേഷൻ കൂടുക കാര്യത്തിൽ.
നിങ്ങൾ തന്നെ ആലോചിച്ചു, നിങ്ങളുടെ ലൈഫിൽ നിങ്ങൾക്ക് ഇഷ്ടമുള്ള കാര്യങ്ങൾ എന്താണ്? മിക്ക സമയത്തും ഇഷ്ടമുള്ള കാര്യങ്ങൾ നിങ്ങൾ ഓൾറെഡി അടിപൊളിയായിരിക്കും. നിങ്ങൾക്ക് ഫുട്ബോൾ കളിക്കാൻ ഇഷ്ടമുണ്ടെങ്കിൽ മിക്ക സമയത്ത് നിങ്ങൾ എന്തെങ്കിലും രീതിയിൽ ഫുട്ബോൾ അടിപൊളിയായിരിക്കും. അത് അറ്റ്ലീസ്റ്റ് നിങ്ങൾ ഇമ്പ്രൂവ്മെൻറ്റ് ഉണ്ടാക്കിക്കൊണ്ടിരിക്കുകയായിരിക്കും. നിങ്ങൾ അടിപൊളിയല്ല, നിങ്ങൾ ഇമ്പ്രൂവ്മെൻറ്റ് ഉണ്ടാക്കുന്നില്ലേ, നിങ്ങൾ ഇഷ്ടമായിരിക്കും ഇല്ല. അപ്പോൾ ആ കാര്യം പഠനത്തിന് ആപ്ലിക്കബിൾ ആണ്. ഐ വോണ്ട് ടു റിയലി അണ്ടർസ്റ്റാൻഡ് ദിസ് ടോപ്പിക്. എനിക്ക് ടോപ്പിക് ശരിക്കും മനസ്സിലാക്കാൻ ആഗ്രഹമുണ്ട്. ആഗ്രഹമില്ലെങ്കിലും അത് ആലോചിക്കുക. എനിക്കൊന്നും അങ്ങനെ ഒന്ന് ചിന്തിച്ച് നോക്കുക. അങ്ങനെ ബയോളജി ഇതെന്തായിരിക്കും സംഭവിക്കുന്നത്, ഇത് നമ്മുടെ ലൈഫിൽ എവിടെയായിരിക്കും യൂസ്ഫുൾ ആവുക എന്നുള്ള രീതിയിൽ നിങ്ങൾ പല കാര്യങ്ങളും ചിന്തിച്ച് നോക്കുക. അപ്പോഴായിരിക്കും നിങ്ങൾക്ക് അതിൽ ഇൻട്രസ്റ്റ് വരിക. എക്സ്പ്ലെയിൻ കോൺസെപ്റ്റ് ടു യുവർ ഫാമിലി. നിങ്ങളുടെ ഫാമിലിയിൽ ആരെങ്കിലുമൊക്കെ വെറുതെ ഇരിക്കുന്നുണ്ടെങ്കിൽ പഠിച്ച കാര്യം അവർക്കൊന്ന് എക്സ്പ്ലെയിൻ ചെയ്ത് കൊടുക്കുക. അപ്പോൾ നിങ്ങൾക്ക് തന്നെ ഒരു രസമായിരിക്കും. ഇങ്ങനെയാണ് മോട്ടിവേഷൻ ഉണ്ടാവുക, അല്ലാണ്ട് വെറുതെ മോട്ടിവേഷൻ ഇങ്ങനെ പൊട്ടി മുളക്കില്ല എന്നുള്ള കാര്യം മനസ്സിലാക്കുക. മൂന്നാമത്തെ കാര്യം പേർപ്പസ്. പേർപ്പസിൽ നിങ്ങൾ തന്നെ ആലോചിക്കാം, നിങ്ങൾ ഈ പഠിക്കുന്ന കാര്യങ്ങൾ നിങ്ങൾ എങ്ങനെയാണ് ഹെൽപ്പ് ചെയ്യുക. ഒബ്വിയസ്ലി നിങ്ങൾ പഠിക്കുന്ന കാര്യം നിങ്ങളെ ഹെൽപ്പ് ചെയ്യാൻ പോകുന്നില്ല. മാത്രമല്ല എല്ലാം പഠിക്കാൻ പോകുന്ന കാര്യങ്ങൾ മാത്സിലും അതിലും ഇതിലൊക്കെ നിങ്ങൾ പഠിക്കുന്ന കാര്യം എങ്ങനെയാണ് യൂസ്ഫുൾ ആവുന്നുള്ള കാര്യം നിങ്ങൾക്ക് തന്നെ അറിയേണ്ടത്. പക്ഷേ എന്തെങ്കിലുമൊക്കെ കാര്യങ്ങൾ നിങ്ങൾ തന്നെ ആലോചിച്ചാൽ നിങ്ങൾക്ക് മനസ്സിലാവും അത് യൂസ്ഫുൾ ആയിരിക്കും. ഇനി ഒന്നുമില്ലെങ്കിലും ഈ പഠിക്കുന്ന കാര്യങ്ങൾ വെച്ചിട്ട് മാർക്ക് വേണ്ടേ, ആ മാർക്ക് കിട്ടിയിട്ട് നിങ്ങൾക്ക് നല്ല കോളേജിൽ അഡ്മിഷൻ കിട്ടും, അല്ലെങ്കിൽ നല്ല കോഴ്സിന് കയറും. നാളെ നിങ്ങളുടെ ഡ്രീം കരിയർ എത്താൻ വേണ്ടിയിട്ട് അത് നിങ്ങളെ ഹെൽപ്പ് ചെയ്യും. പേർപ്പസ് കഴിഞ്ഞില്ലേ? ഗെറ്റിംഗ് ഹൈ മാർക്സ് ടു മൈ ഡ്രീം ജോബ് കരിയർ കോളേജ്. ഇപ്പം ഫിസിക്സ് പഠിക്കുന്നതുകൊണ്ട് ബയോളജി പഠിക്കുന്നതുകൊണ്ട് നിങ്ങൾക്ക് ലൈഫിൽ യൂസ്ഫുൾ എന്താണെന്ന് മനസ്സിലാവുന്നില്ലെങ്കിൽ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ആ പഠിച്ചുകൊണ്ട് മാർക്ക് കിട്ടില്ലേ, ആ മാർക്ക് കൊണ്ട് നിങ്ങൾക്ക് കുറേ കാര്യങ്ങൾ ഉണ്ടാവില്ല, അതിനെപ്പറ്റി ആലോചിക്കുക. അപ്പോൾ പേർപ്പസ് കിട്ടി. ഈ 3 കാര്യങ്ങളും വരുമ്പോഴാണ് നിങ്ങൾക്ക് തന്നെ ഒരു മോട്ടിവേഷൻ വരിക. അപ്പോൾ ഒന്ന് എഴുതി നോക്കുക, ഈ 3 കാര്യങ്ങൾ എനിക്ക് എൻ്റെ ലൈഫിൽ എങ്ങനെയാണ്, പഠന ലൈഫിൽ എങ്ങനെയാണ് കൂട്ടാൻ പറ്റുക. ചെയ്തു നോക്ക്, വർക്കാവും. ഓക്കെ. ആൻഡ് ലാസ്റ്റ് ആൻഡ് വളരെ ഇമ്പോർട്ടൻ്റ് ആയുള്ള കാര്യം, ഞാൻ ഇതിന് മുമ്പ് ഒരു വീഡിയോയിലും പറഞ്ഞ കാര്യമാണ്, യു ഷുഡ് ഹാവ് എ ഗ്രോത്ത് മൈൻഡ് സെറ്റ്. ഗ്രോത്ത് മൈൻഡ് സെറ്റ് എന്ന് പറഞ്ഞാൽ വളരെ സിമ്പിളാണ്. നിങ്ങൾ പരീക്ഷയിൽ മാർക്ക് കുറഞ്ഞു, മാത്സ് പരീക്ഷ ഫിസിക്സ് പരീക്ഷ മാർക്ക് കുറഞ്ഞു. അപ്പോൾ നിങ്ങൾ ചിന്തിക്കേണ്ടത് എങ്ങനെയാണ്? ഞാൻ മാത്സിൽ നല്ലതല്ല, എനിക്ക് ഫിസിക്സിൻ്റെ ബുദ്ധിയില്ല, എനിക്ക് കാൽക്കുലേഷൻ ചെയ്യാൻ അറിയില്ല എന്നല്ല നിങ്ങൾ ചിന്തിക്കേണ്ടത്. നിങ്ങൾ ചിന്തിക്കേണ്ടത് എങ്ങനെയാണ് എനിക്കിത് ഇമ്പ്രൂവ് ചെയ്യാൻ പറ്റുക, മാത്സിൽ ഏത് രീതിയിൽ ചോദ്യങ്ങൾ ചെയ്താലും എനിക്ക് ഇമ്പ്രൂവ് ചെയ്യാൻ പറ്റുക, ഫിസിക്സ് ഞാൻ എന്ത് തെറ്റാണ് വരുത്തിയത്, ഇനി ഞാൻ എങ്ങനെ ബെറ്റർ ആക്കിയാലാണ് എനിക്കത് ഇമ്പ്രൂവ് ചെയ്യാൻ പറ്റുക, എല്ലാ കാര്യത്തിലും എനിക്ക് എങ്ങനെയാണ് അത് ബെറ്റർ ആക്കാൻ പറ്റുക എന്നുള്ള കാര്യങ്ങൾ നിങ്ങൾ ചിന്തിച്ചുകൊണ്ടിരിക്കുന്നതാണ് ഗ്രോത്ത് മൈൻഡ് സെറ്റ് എന്ന് വിളിക്കുക. ഫിക്സ്ഡ് മൈൻഡ് സെറ്റ് നേരെ തിരിച്ച് ഞാൻ ആദ്യം പറഞ്ഞ പോലെ തന്നെ, ഞാനിതിൽ നല്ലതല്ല, എനിക്ക് പറഞ്ഞിട്ടുള്ള സാധനം അല്ല അത്. ഇങ്ങനെ നിങ്ങൾ ചിന്തിച്ചു കഴിഞ്ഞാൽ ഒന്നും ആലോചിക്കാനല്ല, ഗ്യാരണ്ടീഡ് നിങ്ങളെന്താണ് ആ ഒരു കാര്യത്തിൽ നിങ്ങൾ താഴേക്ക് പോകും. ഗ്രോത്ത് മൈൻഡ് സെറ്റ് ആണ് നിങ്ങൾ ആ ജീവിതത്തിൽ നിങ്ങൾ ആ കാര്യത്തിൽ ഏറ്റവും ബെസ്റ്റ് ആവുന്നൊന്നുമല്ല, നിങ്ങൾ ഇമ്പ്രൂവ് ആവും. ഇത് പഠനത്തിൽ മാത്രമല്ല, ഓവറോൾ നിങ്ങളുടെ ലൈഫിലും നിങ്ങൾ ഡെവലപ്പ് ചെയ്യേണ്ട ഒരു ക്വാളിറ്റിയാണ് ഗ്രോത്ത് മൈൻഡ് സെറ്റ്. നിങ്ങളുടെ ലൈഫിൽ പല 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 കാര്യങ്ങളും ഇനി വരും. എല്ലാത്തിലും ഒറ്റയടിക്ക് നിങ്ങൾക്ക് അടിപൊളിയാവാൻ പറ്റില്ല. പല കാര്യങ്ങളും നിങ്ങൾ തന്നെ എഫേർട്ട് എടുത്ത് ബെറ്റർ ആക്കേണ്ട കാര്യങ്ങളാണ്. പക്ഷെ അതിന് ഈ മൈൻഡ് സെറ്റ് ഇല്ലാണ്ട് നിങ്ങൾക്ക് ചെയ്യാൻ പറ്റില്ല. അപ്പോൾ ആ ഗ്രോത്ത് മൈൻഡ് സെറ്റ് ഡെവലപ്പ് ചെയ്യേണ്ട ഒരു കാര്യമാണ്. അത് മെല്ലെ മെല്ലെ ഡെവലപ്പ് ചെയ്യുക. പല കുട്ടികളും ഞാൻ കണ്ടിട്ടുണ്ട് കംപ്ലയിൻസ് ആണ്, ടീച്ചർ പഠിപ്പിക്കുന്നത് ശരിയല്ല, മറ്റേ ശരിയല്ല, സിസ്റ്റം ശരിയല്ല, അത് ശരിയല്ല, ഇതെല്ലാം ശരിയല്ല, സ്വന്തം എല്ലാം ശരിയാണ്. ഇത് ഈ മൈൻഡ് സെറ്റിനേക്കാളും വൃത്തിയുടെ മൈൻഡ് സെറ്റാണ്. ഇതിൽ അറ്റ്ലീസ്റ്റ് ഞാൻ ചെയ്യുന്നില്ല എന്ന് പറയും. മറ്റേത് എന്താണ്, എല്ലാവരും പ്രശ്നം, ഞാൻ മാത്രം ഓക്കെ. ഇറ്റ്സ് എ റോങ് മൈൻഡ് സെറ്റ്. നിങ്ങൾ ആലോചിക്കേണ്ടത് നിങ്ങൾക്ക് എങ്ങനെയാണ് ബെറ്റർ ആക്കാൻ പറ്റുക. സിസ്റ്റം ബെറ്റർ അല്ലെങ്കിൽ നിങ്ങൾ ആലോചിക്കുക നിങ്ങൾക്ക് എങ്ങനെയാണ് അതിനെ ബെറ്റർ ആക്കാൻ പറ്റുക. ഫോർ എക്സാമ്പിൾ നിങ്ങൾ ആലോചിക്കുക നിങ്ങളുടെ സ്കൂളിലെ സിസ്റ്റം പോരാ, അവർ ശരിയല്ല, നിങ്ങൾ അതല്ല ആലോചിച്ച് നിങ്ങൾ അത് ആലോചിച്ചുകൊണ്ടിരുന്നിട്ട് എന്തെങ്കിലും കാര്യമുണ്ടോ? നിങ്ങൾക്ക് എന്തെങ്കിലും ചെയ്യാൻ പറ്റുമോ? ചെയ്യാൻ പറ്റുന്നുണ്ടെങ്കിൽ നിങ്ങൾ ചെയ്യാം. ഓക്കെ, നല്ല കാര്യമാണ്. അത് ഗ്രോത്ത് മൈൻഡ്സിൻ്റെ ഭാഗമാണ്. നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്നുണ്ടെങ്കിൽ അതിന് ഡിഫറൻസ് വരുത്താനല്ല. പക്ഷേ മിക്ക സമയത്ത് അത് ഭയങ്കര പോസിബിൾ ആയിരിക്കില്ല ഇൻഡിവിജ്വൽ ലെവലിൽ. പക്ഷേ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും? നിങ്ങൾക്ക് നിങ്ങളെ ബെറ്റർ ആക്കാൻ പറ്റും, ആ സിസ്റ്റത്തിൻ്റെ മുകളിൽ നിങ്ങൾക്ക് ആക്കാൻ പറ്റും. പക്ഷെ അത് യു ഷുഡ് ബി ഡൂയിങ് ദിസ്. ഇപ്പോൾ എല്ലാ ലൈഫിലും നിങ്ങൾക്ക് മുന്നോട്ട് പോകണമെങ്കിൽ ഇതില്ലാണ്ട് നിങ്ങൾക്ക് മുന്നോട്ട് പോകാൻ പറ്റില്ല. കംപ്ലയിൻറ്റ് ചെയ്തുകൊണ്ടിരുന്ന ഒരു കാര്യമില്ല. എപ്പോഴും ആലോചിക്കണം എങ്ങനെ എനിക്ക് ബെറ്റർ ആക്കാൻ പറ്റും. അതാണ് ഗ്രോത്ത് മൈൻഡ് സെറ്റ്. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ വളരെ സിമ്പിളായിട്ട് 5 കാര്യങ്ങൾ ഞാൻ പറഞ്ഞു തന്നിട്ടുണ്ട്. ഈ 5 കാര്യങ്ങൾ എല്ലാ കാര്യങ്ങളും ഒറ്റയടിക്ക് ചെയ്യാൻ നോക്കണ്ട. ഏതെങ്കിലും ഒരു കാര്യം നിങ്ങൾ തീരുമാനിക്കുക, കമൻറ്റ് ബോക്സിൽ കമൻറ്റും ചെയ്യുക നിങ്ങൾ ഇന്ന് മുതൽ ചെയ്യാൻ വേണ്ടിയിട്ട്. എന്നിട്ട് അത് വർക്ക് ചെയ്ത് കഴിയുമ്പോൾ യു ചൂസ് ദി നെക്സ്റ്റ് വൺ. ആ രീതിയിൽ നിങ്ങളുടെ ലൈഫിൽ നിങ്ങളൊന്നും മാറ്റിക്കൊണ്ടുവന്നോ ട്രാൻസ്ഫോർമേഷൻ കൊണ്ടുവന്നു കഴിഞ്ഞാൽ നാളെ വേറെ ആരുടെയും അടുത്ത് വരും മോട്ടിവേഷൻ തരൂ നിങ്ങൾക്ക് പറയേണ്ട ആവശ്യം ഉണ്ടാവില്ല. ഇൻഫാക്ട് സത്യം എന്താണെന്ന് വെച്ചാൽ നിങ്ങൾക്കൊരു കാര്യം ചെയ്യണമെങ്കിൽ വേറെ ഒറ്റ ലോകത്തിൽ ഒരു മനുഷ്യർ പോലും നിങ്ങളതിന് മോട്ടിവേറ്റ് ചെയ്യാൻ പറ്റില്ല. ആ മോട്ടിവേഷൻ നിങ്ങളുടെ ഉള്ളിൽ നിന്ന് വരേണ്ടതാണ്. ഇനി വെറുതെ ഇങ്ങനെ കുത്തിയിരുന്നാൽ ആ മോട്ടിവേഷൻ വരാൻ ബുദ്ധിമുട്ടായതുകൊണ്ടാണ് ഈ ടെക്നിക്സ് ഞാൻ പറഞ്ഞത്. ഇതും കൂടി നിങ്ങളുടെ ലൈഫിലൊന്ന് നിങ്ങൾ ഇംപ്ലിമെൻറ്റ് ചെയ്ത് നോക്കിയാൽ ആ വേണ്ടുള്ള മോട്ടിവേഷൻ വന്നോളും. ഓക്കെ, ഈ വീഡിയോ യൂസ്ഫുൾ ആയെങ്കിൽ തീർച്ചയായും ലൈക്ക് ചെയ്യാൻ വേണ്ടി ശ്രമിക്കാം. എല്ലാ ഫ്രണ്ട്സിനും ഒന്ന് ഷെയർ ഒക്കെ ചെയ്ത് കൊടുക്കാൻ വേണ്ടി ശ്രമിക്കുക. പലർക്കും ആവശ്യമുള്ളൊരു കാര്യമാണ്. ഞാനും പല കമൻറ്റ് ബോക്സിലും കണ്ട ഒരു കാര്യമാണ് മോട്ടിവേഷൻ എന്നുള്ള സാധനം. അവർക്ക് വളരെയധികം യൂസ്ഫുൾ ആയിരിക്കും. തീർച്ചയായും ഷെയർ ചെയ്യുക. മറ്റൊരു വീഡിയോ നമുക്ക് വീണ്ടും കാണാം. ബൈ ബൈ ആൻഡ് ടേക്ക് കെയർ.